Dear friends, welcome to the Nerdskin YouTube channel. ഓക്കെ നമ്മുടെ ഈ ചാനലിൽ സാധാരണ നമ്മൾ കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും നമ്മൾ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ചാനലിൽ വ്ളോഗ് ചാനൽ ഇടയ്ക്ക് വ്ളോഗ് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ചാനലിൽ നേഴ്സിംഗ് റിലേറ്റഡ് അല്ലാത്ത നേഴ്സിംഗ് റിലേറ്റഡ് ചില വീഡിയോസൊക്കെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാർമസി റിലേറ്റഡ് ആയത്, അതുപോലെ ലാബ് ടെക്നീഷ്യൻ, അതുപോലെ തന്നെ കുറച്ച് നോട്ടിഫിക്കേഷൻസ്, ജനറൽ ആയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ, അതുപോലെ JPHN, ഇങ്ങനെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ക്ലാസ്സുകളും ഒക്കെ ഈ ഒരു ചാനലിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, നമ്മുടെ കേരള PSCയിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ചെറിയ 8 മിനിറ്റിനും 10 മിനിറ്റിനുള്ള വീഡിയോസ് ആയിട്ട് തരാമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ജനറൽ സെൻട്രൽ വൈഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കൂടുതലും ഇംഗ്ലീഷിലുള്ള നോട്ടിഫിക്കേഷനും ഈ ചാനലിൽ തരുന്നതായിരിക്കും. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള വേക്കൻസികൾ, ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള, ലാബ് ടെക്നീഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള, പാരാമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ വേക്കൻസികളൊക്കെ ഈ ഒരു ചാനൽ, അതുപോലെ തന്നെ കേരള PSCയുടെ നേഴ്സിംഗ് അല്ലാത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈ ഒരു ചാനലിലൂടെ തരാമെന്ന് വെച്ചിരിക്കുന്നു. പ്രധാനമായിട്ടും ഫാർമസി, ലാബ് ടെക്നീഷ്യൻ, ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ, JHI തുടങ്ങിയിട്ടുള്ള JPHൻ്റെ ചില വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, കാരണം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറുടെ ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഈ ഒരു ചാനൽ കാണുന്നവർക്ക് നമ്മുടെ നേഴ്സ്ക്വിൻ ആപ്പിലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക. ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. Question: The genetic makeup of human male is 44 autosomes and 2 sex chromosomes, X and Y. നമുക്കറിയാം ക്രോമോസോം, സെക്സ് ക്രോമോസോം X and Y ആണ് അല്ലേ. ഇൻ ഫീമെയിൽ 44 autosomes and 2 sex chromosomes, XX. ഫീമെയിൽ ആകുമ്പോൾ XX എന്ന് പറയുന്നത്, അതിനകത്ത് 44 ഓട്ടോസോംസ് എന്ന് പറഞ്ഞാൽ സെക്സ് ക്രോമോസോംസ് അല്ലാത്ത ബാക്കിയുള്ള ട്രൈറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഓട്ടോസോംസ് ക്യാരി മോസ്റ്റ് ജെനറ്റിക് ഇൻഫർമേഷൻ. അപ്പോൾ ട്രൈറ്റ് ഒക്കെ ക്യാരി ചെയ്യുന്നത് ഈ ഓട്ടോസോംസ് ആണ്. അതായത് ഈ സെക്സ് അല്ലാത്ത രീതിയിലുള്ള മെയിൽ ഫീമെയിൽ ആ രീതിയിലല്ലാത്ത നമ്മുടെ ബിഹേവിയർ, ട്രൈറ്റ്, നമ്മുടെ ഇപ്പം ഐയുടെ കളർ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യുന്ന ഈ ഓട്ടോസോംസ് ആണ്. വിച്ച് ക്രോമോസോംസ് ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ദ മെയിൽ ചൈൽഡ് ഇൻ ഹ്യൂമൻ, അല്ലേ. മെയിൽ ചൈൽഡ് ഏതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇപ്പം നിങ്ങൾക്കറിയാം X എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആണ്, Y എന്ന് പറഞ്ഞാൽ മെയിൽ ആണ്, അല്ലേ. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. Y എന്ന് പറഞ്ഞാൽ അത് മെയിലാണ്, X എന്ന് പറഞ്ഞാൽ അത് ഫീമെയിൽ ആണ്. സോ നമുക്കറിയാം ഈ 44 ഓട്ടോസോംസ് ഉണ്ട്. അതിനകത്ത് 22 പെയേഴ്സ് ഉണ്ട്. അതിനകത്ത് 1 പെയർ ഓഫ് സെക്സ് ക്രോമോസോം. അങ്ങനെ 46 ക്രോമോസോം ആണ് ഒരു ഹ്യൂമണിനുള്ളത്. 44 ഓട്ടോസോംസ് ക്യാരി ജെനറ്റിക് ഇൻഫർമേഷൻസ്, ബിഹേവിയർ, ട്രൈറ്റ്, ഇത് ക്യാരി ചെയ്യുന്നത് ഓട്ടോസോംസ് ആണ്. ഇനി നമ്മൾ ഈ ഓട്ടോസോമൽ ഡൊമിനന്റ് ഡിസോർഡർ ഉണ്ട്, അതുപോലെ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ഉണ്ട്, അല്ലേ. നമുക്ക് പഠിക്കാറുണ്ട്. ഈ ഡൊമിനന്റ് എന്ന് പറഞ്ഞാൽ ഒരു പാരന്റ് ചൈൽഡിലേക്ക് ജീൻ മ്യൂട്ടേറ്റ് ചെയ്ത് മാറ്റപ്പെടുന്നതാണ് ഡൊമിനന്റ് എന്ന് പറഞ്ഞാൽ. റിസസീവ് എന്ന് പറഞ്ഞാൽ 2 പാരന്റും ചൈൽഡിലേക്ക് ഈ ഒരു ജെനറ്റിക് ഇൻഫർമേഷൻസ് മാറ്റപ്പെടുന്നതാണ് റിസസീവ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഐ കളർ, ബ്രൗൺ ഐ കളർ വരുന്നതാണെങ്കിൽ അത് ഡൊമിനന്റ് ആണ്. അതായത് ഇപ്പം ഒരു ഫാദറുണ്ട്, മദറുണ്ട്. ഫാദറിന് ബ്രൗൺ ഐ വരുന്നുണ്ട്, മദറിന് ബ്ലാക്ക് ഐ ആണ്. പക്ഷെ കുട്ടിക്ക് വരുന്നത് ബ്രൗൺ ഐ ആണെങ്കിൽ അത് ഡൊമിനന്റ് ആണ്, ഒരു പാരന്റിനേ ഉള്ളൂ. റിസസീവ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ഐ വരുന്നത് റിസസീവ് ആണ്. അതായത് പാരന്റിനും മദറിനും ബ്ലൂ കളർ ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിന് ബ്ലൂ കളറുള്ള ഐ വരുള്ളൂ, അതുപോലെ ഗ്രീൻ കളറുള്ള ഐ വരുള്ളൂ. ഇനി ഈ ഡൊമിനന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്. നമ്മളെ ഹണ്ടിങ്ടൺ കൊറിയ, അല്ലെ, ഹണ്ടിങ്ടൺ ഡിസീസ് ഇല്ലേ, ഹണ്ടിങ്ടൺസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഡൊമിനന്റ് ആണ്. അതായത് ഒരു പാരന്റിന്
അസുഖം ഉണ്ടെങ്കിൽ തന്നെ ഹണ്ടിങ്ടൺ ഡിസീസ് വരും. അതൊരു നെർവ് സെല്ല്, ബ്രെയിൻ നെർവ് സെല്ല് അഫക്റ്റ് ആകുന്ന ഡിസോർഡറാണ് ഹണ്ടിങ്ടൺസ് ഡിസീസ്. അതുപോലെ ഈ റിസസീവ് 2 പാരന്റിനും ഈ അസുഖം ഉണ്ടാണ് മയസ്താനിയ ഗ്രാവിസ്. മയസ്താനിയ ഗ്രാവിസ് സാധാരണ എങ്ങനെയാണ് വരുന്നത്? മയസ്താനിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, അതുപോലെ സിസ്റ്റിക് ഫൈബ്രോസിസ്, മയസ്താനിയ ഗ്രാവിസ്, സിക്കിൾ സെൽ ഡിസീസ്, ഇതൊക്കെ 2 പാരന്റിനുള്ള. അപ്പോൾ അതാണ് റിസസീവ് എന്ന് പറയുന്നത്. റിസസീവ് എന്ന് പറഞ്ഞാൽ 2 പാരന്റ്സിനും അസുഖം ഉള്ളപ്പോഴാണ് വരുന്നത്. അപ്പം അതിനകത്ത് വരുന്നതാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്, സിക്കിൾ സെൽ ഡിസീസ്, മയസ്തേനിയ ഗ്രാവിസ്. ഡൊമിനന്റ് എന്ന് പറഞ്ഞാൽ ഒരു പാരന്റിന് ഉള്ളപ്പോഴാണ് അത് വരുന്നത് ഹണ്ടിങ്ടൺസ് ഡിസീസ് ഒക്കെ. ബ്രൗൺ ഐ വരുന്നത് ഡൊമിനന്റ് ആണ്, ബ്ലൂ ഐ വരുന്നത് റിസസീവ് ആണ്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ സാധാരണ ഒരു 10 മിനിറ്റിൽ താഴെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. നിങ്ങൾ ഫാർമസിസ്റ്റ് ആണെങ്കിലോ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിലും ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ എക്സാം എഴുതുന്നതാണെങ്കിലും JPHനൊക്കെ എഴുതുന്നതാണെങ്കിലും എല്ലാം ഈ ഒരു ചാനലിൽ തന്നെ ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ ക്ലാസ്സുകളുണ്ട്. ഈ ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഉമേഷ് വൺ ബ്ലോഗ് എന്നടിച്ചു കഴിഞ്ഞാൽ പഴയ വീഡിയോസ് ഒരുപാട് ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ ചെയ്തിട്ടുണ്ട്. JPHന്റെ ഒരുപാട് വീഡിയോ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. JHയുടെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നേഴ്സസിന്റെ ചെയ്തിട്ടുണ്ട്. ഫാർമസിയുടെ ചെയ്തിട്ടുണ്ട്. ഫാർമസിയുടെ, ലാബ് ടെക്നീഷ്യന്റെയും അതർ പാരാമെഡിക്കൽസ് വീഡിയോസ് ആയിരിക്കും കൂടുതലും ഈ ചാനലിൽ ചെയ്യുന്നത്. സോ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു.